ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലേട്ടൻ വണ്ടി ഓടിച്ചിങ്ങനെ വരുക കേട്ടോ. ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വണ്ടി സ്റ്റാർട്ടാൻ അങ്ങ് ചവിട്ടി നിർത്തി. അതിനുശേഷം നമ്മുടെ അലീന പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുക. അപ്പോൾ സംതിങ് റോങ്, എന്തോ പ്രശ്നമുണ്ട് എന്ന് അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി. അദ്ദേഹം ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. പിന്നെ മനസ്സിൽ ആലോചിച്ച് ഇങ്ങനെ തലയ്ക്ക് എന്തോ ഒരു മന്ദത വന്നതുപോലെയായി അദ്ദേഹത്തിന്. അതിനുശേഷം വണ്ടിയിൽ നിന്ന് പതുക്കെ ഇറങ്ങി കുറേ നേരം വഴിയിൽ നിന്നു. എന്നിട്ട് കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചു. എന്നിട്ട് വീണ്ടും വണ്ടി എടുത്തു പോയി. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ കൃഷ്ണ സ്കൂളിൽ നിന്ന് നേരെ അലീനയുടെ അടുത്തേക്ക് വന്നു. കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ, നീ തലയിലും വെള്ളം ഒഴിച്ചോന്ന് ചോദിച്ചു. ഭയങ്കര ചൂട്, തലയൊന്ന് തണക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറഞ്ഞു. നീ മേല് കഴുകാൻ പോയതാണെന്ന് പറഞ്ഞിട്ടോ, വെള്ളം മാറ്റി കുളിച്ചിട്ട് കോൾഡ് പിടിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ സാരമില്ലെന്ന് കൃഷ്ണ പറയാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇരിക്കുമ്പോൾ, ചേച്ചി ഫുഡ് പറയട്ടെ എന്ന് ചോദിച്ചു. അല്ല, എന്ത് കഴിക്കാനാ മോളെ എന്ന് ചോദിക്കുമ്പോൾ, ചേച്ചിക്ക് എന്താ വേണ്ടേ പറഞ്ഞോളാൻ പറഞ്ഞു. അന്നേരം നമ്മുടെ അലീന മസാല ദോശ മതിയെന്ന് പറഞ്ഞു. അങ്ങനത്തെ മസാല ദോശയും കൃഷ്ണയ്ക്ക് വേണ്ടുന്നത് കൃഷ്ണയും എല്ലാം ഓക്കെ ആക്കി. അപ്പോൾ എനിക്കൊരു ഇച്ചിരി വെള്ളം ഒരു തുണിയിൽ നനച്ച് തരാമോ എന്ന് ചോദിച്ചു അലീന. എന്തിനാ ചേച്ചി? എനിക്ക് എൻ്റെ കൈയും മുഖമൊക്കെ ഒന്ന് തുടയ്ക്കാനാ, ചെറിയ തണുപ്പ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അലീനയുടെ കൈയൊക്കെ തുടച്ചു കൊടുക്കുവാണ് കൃഷ്ണ. അങ്ങനെ തുടച്ചു കൊടുത്തപ്പോൾ മതിയോ എന്ന് ചോദിച്ചു. നിനക്ക് എന്നോട് ഒരുപാട് ഇഷ്ടമാണോ മോളെ എന്ന് അലീന ചോദിക്കുമ്പോൾ, അതേലോ എന്ന് പറഞ്ഞു. ചേച്ചിയോട് സംസാരിക്കുമ്പോൾ ശരിക്കും ചേച്ചി എൻ്റെ ചേച്ചിയാണെന്ന് എനിക്ക് തോന്നണതെന്ന് കൃഷ്ണ പറയുക. അപ്പം അത് കേട്ടപ്പോൾ അലീനയ്ക്ക് ഒത്തിരി സന്തോഷമായിട്ടോ. അലീന ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും ഫോൺ റിങ് ചെയ്തു. അപ്പോൾ ഫോണിലേക്ക് വിളിച്ചത് വൈജയാ. അമ്മയാ എന്നും പറഞ്ഞ് എടുത്തു. ഹലോ അമ്മ, നീ എവിടെയാടി? നീ രാവിലെ ഇവിടുന്ന് പോയതാണല്ലോ. അത് ഞാൻ ഹോസ്പിറ്റലുണ്ട് അലീന ചേച്ചിയുടെ അടുത്ത്. അപ്പോൾ ഇന്നലെ ഒരു ദിവസം പോയത് ഞാൻ സമ്മതിച്ചു. ഇന്ന് നീ ആരോട് ചോദിച്ചിട്ടാണ് പോയത്? അപ്പോൾ അച്ഛനോട് ചോദിച്ചു. അച്ഛൻ പറഞ്ഞില്ലേ എന്ന് കൃഷ്ണ ചോദിച്ചു. നീ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നോ? എന്തിനാ എല്ലാവരോടും വിളിച്ച് പറയുന്നേ? നിന്റെ പെറ്റതള്ളെ അറിയണ്ടേടി നീ എവിടേക്കാണ് പോയി കിടക്കുന്നതെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞില്ലേ? അതിൽ കൂടുതൽ ഇപ്പം എന്താ വേണ്ടതെന്ന് ചോദിക്കും അമ്മയോട് മോള്. അപ്പോൾ അച്ഛൻ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് നിനക്കറിയാവുന്ന വൈജ ചോദിക്കുമ്പോൾ, എങ്കിലും അമ്മ കുറച്ച് നേരത്തെ ചോദിക്കണമായിരുന്നു എന്ന് പറഞ്ഞു കൃഷ്ണ വൈജയോട്. ഇപ്പോൾ സമയത്തായി നമുക്ക് അറിയാവോ? രാത്രി 8:30 മണിയായി. ഇപ്പോഴാണോ അമ്മ ശ്രദ്ധിച്ചത് മക്കൾ സ്കൂൾ വിട്ട് ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല എന്നുള്ളത്? ഇപ്പം അമ്മയ്ക്കായോടി കുറ്റം? എല്ലാം അറിഞ്ഞിട്ട് ഒരുമാതിരി ചൊറിയാൻ വേണ്ടി ചോദിക്കുകയാണെന്നും പറഞ്ഞു കൃഷ്ണ ദേഷ്യപ്പെട്ടപ്പോൾ, നീ നാളെ ഇങ്ങോട്ട് വരുമല്ലോ, നിന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ശരിയെന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. കൃഷ്ണ നല്ല മറുപടി കൊടുത്തത് വൈജയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അമ്മ വെറുതെ വഴക്കിടാൻ വന്നതാ, അറിയാഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ അലീന ചേച്ചിക്ക് കൂട്ട് വന്ന് കിടക്കുന്നതിൻ്റെ ദേഷ്യമാണെന്ന് കൃഷ്ണ അന്നേരം അലീനയോട് പറയൂ കേട്ടോ. അപ്പോൾ പോട്ടെ സാരമില്ല എന്ന് അലീന പറഞ്ഞു. അമ്മയല്ലേ മോള് സങ്കടപ്പെടേണ്ട. അപ്പോൾ പറയാത്തതിൻ്റെ ദേഷ്യം കാണുമായിരിക്കുമെന്നേ. അവഗണനയാ ഏറ്റവും വലിയ വേദനയെന്ന് അലീന പറയുമ്പോൾ കൃഷ്ണയാണെങ്കിൽ അതൊക്കെ എടുത്ത് അങ്ങോട്ടേക്ക് പോയി. പിന്നെ അലീന അവിടെ ആലോചനയായിട്ട് അങ്ങനെ ഇരിക്കാം. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ആയി, കൊച്ചു റെഡിയായി സ്കൂളിലേക്ക് പോകാനായിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. ഇന്ന് ഉച്ചവരെ മാത്രമേ ക്ലാസ് ഉള്ളൂ. അപ്പം നീയൊന്നും കഴിച്ചില്ലല്ലോ മോളെ? അത് പിന്നെ ഞാൻ പോണ വഴി ക്യാൻറ്റീനിൽ കയറിയേ ഒരു നെയ് റോസ്റ്റും വടയും കഴിച്ചിട്ട് പോകും. നിനക്ക് ഒറ്റയ്ക്ക് ക്യാൻറ്റീനിൽ കയറാൻ മടിയൊന്നുമില്ലെന്ന് ചോദിച്ചു. അപ്പോൾ എന്തിനാ ഞാൻ മടിക്കുന്നേ? നമ്മൾ ഫുഡിന് ചക്കക്കുരു അല്ലല്ലോ കൊടുക്കുന്ന, ക്യാഷല്ലേ എന്ന് ചോദിച്ചു. ആരെങ്കിലുമൊക്കെ തുറച്ച് നോക്കില്ലേന്ന് ചോദിക്കുമ്പം, അങ്ങനെ നോക്കുന്നവരെ ഞാനും നോക്കും, പിന്നെ ഒന്നുകൂടി നോക്കാൻ അവർ വരത്തില്ല എന്ന് പറഞ്ഞു കൊച്ച്. ചുണക്കുട്ടി അല്ലേന്ന് ചോദിക്കുമ്പോൾ, നമ്മൾ എന്തിനാ കണ്ട വായി നോക്കികളെയൊക്കെ പേടിക്കുന്നതെന്ന് കൃഷ്ണ ചോദിക്കാം. അങ്ങനെ ചേച്ചിയോട് യാത്ര പറഞ്ഞ് പോകാൻ നോക്കുമ്പോൾ, നിന്റെ ഡ്രസ്സോ മോളെ? അത് ചേച്ചിയുടെ ബാഗിൽ വെച്ചിട്ടുണ്ട്, ചേച്ചി വീട്ടിലേക്ക് വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി കേട്ടോ. ഇന്ന് വൈകുന്നേരം ഞാൻ വരണമെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടറോട് ചോദിക്കട്ടെ ഡിസ്ചാർജ് ചെയ്യോ ഇല്ലയോ എന്ന്, ഞാൻ നിന്നെ വിളിച്ചോളാം കേട്ടോ. അപ്പോൾ ശരി എന്നാൽ ഞാൻ പോവാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു പോയി. അലീന നല്ല മയക്കം. അപ്പോഴേക്കും ഡോക്ടർ വന്നു. പിന്നെ പരിശോധനകളും കാര്യങ്ങളൊക്കെ നടത്തി. ഇപ്പോൾ വേദന ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. എല്ലാം നോക്കി ഡിസ്ചാർജ് ചെയ്യാമെന്നുള്ള കാര്യവും പറഞ്ഞ് അവരവിടെ നിന്ന് അങ്ങ് പോയി. ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ ഇങ്ങോട്ടേക്ക് കയറി വരിക. ഡോക്ടർ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പം നാളെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ആശ്വാസം എന്ന് ബാലചന്ദ്രൻ അന്നേരം പറയാം. എന്നിട്ട് അടുത്ത് വന്നങ്ങ് ഇരുന്നു കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾ എപ്പോഴാണ് പോയെന്ന് ചോദിച്ചു. അപ്പോൾ 1 മണിക്കൂർ പോലും ആയിട്ടില്ല എന്ന് പറഞ്ഞു. നിനക്കിവിടെ അസൗകര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല എന്ന് പറഞ്ഞു അലീന. അദ്ദേഹം ഇങ്ങനെ ഒരു വലിയ പരീക്ഷണം കഴിഞ്ഞെന്നും പിന്നെ ഇനി അടുത്തത് വരാനിരിക്കുകയാണെന്നും അദ്ദേഹം പറയുമ്പോൾ, അലീന ഇങ്ങനെ നോക്കുക. അടുത്തത് എന്ത് പരീക്ഷണം? നീ പോലീസിൽ കൊടുത്തിട്ടുള്ള മൊഴി അത് ആരൊക്കെ വിശ്വസിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എന്ന് ബാലചന്ദ്രൻ പറയുക. അലീന ഇങ്ങനെ നോക്കുക കേട്ടോ. ആരെയൊക്കെയാണ് നീ രക്ഷിക്കാൻ ശ്രമിച്ചതെന്നും അത് എന്തുകൊണ്ടാണെന്നും ഞാൻ
മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ എന്നും അദ്ദേഹം പറയുമ്പോൾ നമ്മുടെ അലീനയുടെ നെഞ്ചൊന്ന് ഇടിച്ചു. ദൈവമേ, എല്ലാ അച്ഛൻ അറിഞ്ഞോ എന്നുള്ളൊരിത്. അപ്പോൾ നീ സുഖപ്പെട്ട് വരിക എന്ന് പറഞ്ഞപ്പോൾ തന്നെ, വരികയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പകുതി സമാധാനമായിരുന്നു അദ്ദേഹം അലീനയോട് പറയുക കേട്ടോ. അങ്ങനെ അത് പറഞ്ഞിട്ട് നീ ടെൻഷനാവൊന്നും വേണ്ട, നിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചതായിട്ട് ഞാൻ കരുതുന്നില്ല എന്ന് അദ്ദേഹം അലീനയോട് പറഞ്ഞു കേട്ടോ. അലീനയ്ക്കപ്പോഴത്തേക്കും ചങ്കിടിപ്പ് കൂടി. നോക്കാം നമുക്ക് എവിടെ വരെ പോകുമെന്ന് അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴും അലീനയ്ക്ക് ഒരു പേടി. അലീന പേടിച്ച് വിറച്ചിങ്ങനെ അവിടെ കിടക്കും കേട്ടോ. എന്ത് പറയണമെന്ന് അലീനയ്ക്ക് അറിയില്ല, എങ്ങനെ പ്രതികരിക്കണമെന്നും അലീനയ്ക്ക് അറിയില്ല. ഇങ്ങനെ കണ്ണുകൾ കൊണ്ട് പരതി നമ്മുടെ അലീന ഇങ്ങനെ അവിടെ കിടക്കുക ടെൻഷനോടെ. അപ്പോൾ ബാലചന്ദ്രനും ഇങ്ങനെ ഭയങ്കര വിഷമിച്ചിങ്ങനെ തല കുനിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അലീനയുടെ മുഖത്ത് നോക്കുന്നില്ല കേട്ടോ. അപ്പോൾ അലീനയ്ക്കാണെങ്കിൽ ഉള്ളിലൊരു പേടി, ഇനി എന്തെങ്കിലും അറിഞ്ഞിട്ടായിരിക്കുമോ എന്ന്. അപ്പം മാഡം ഹോസ്പിറ്റലിൽ വന്നില്ലല്ലോ ഇതുവരെ എന്നിങ്ങനെ അലീന പറയുമ്പോൾ ബാലചന്ദ്രൻ ഒന്ന് ചിരിച്ചു. നീ പ്രതീക്ഷിച്ചോ നിന്നെ കാണാൻ അവൾ വരുമെന്ന്? അപ്പോൾ അലീന ഇങ്ങനെ സങ്കടത്തോടെ ഇങ്ങനെ മുകളിലോട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ കിടക്കുക. ഞാൻ ആ വീട് നോക്കിക്കൊണ്ടിരുന്നവളല്ലേ, സാറിന് അറിയാവുന്നതല്ലേ എന്ന് അലീന പറയുമ്പോൾ നിന്റെ വീട് പോലെ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അലീന ഒന്നും മിണ്ടിയില്ല, ഭയങ്കര ഒരു ഇതിലിങ്ങനെ കിടക്കുക. അപ്പം ബാലചന്ദ്രൻ്റെ മുഖത്തൊരു ഇതുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥമേ അവൾക്കും മനസ്സിലായിട്ടില്ല എന്നും എനിക്കും മനസ്സിലായിട്ടില്ല എന്നും അദ്ദേഹം അലീനയോട് പറയുമ്പോൾ ഇദ്ദേഹം അവിടെ ഇവിടെയും തൊടാതെ സംസാരിക്കുന്നു. അങ്ങനെ അലീനയെ കൊണ്ടൊന്ന് പറയിക്കാൻ ശ്രമിക്കാം. അവൾക്കത് മനസ്സിലാകുമെന്നേ എനിക്ക് തോന്നുന്നില്ല എന്നും എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി, ഞാൻ കൂടുതൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ വന്നിരുന്ന് പറയുന്നതൊക്കെ കേട്ടിട്ട് അലീനയ്ക്ക് എന്തോ പോലെ. അപ്പോൾ സാർ എന്തൊക്കെയാ ഈ പറയുന്നേ എന്ന് അലീന ചോദിച്ചു കേട്ടോ. അപ്പോഴാണ് ബോധത്തിലേക്ക് വന്നത് നമ്മുടെ ബാലൻ. അപ്പം ഒന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. അലീനയാണെങ്കിലും പേടിച്ച് വരച്ച് ഇങ്ങനെ കിടക്കുന്നു. എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റപ്പോഴേക്കും ഒരു ഫോൺ കോൾ വന്നു. ആ ഫോണും എടുത്ത് അദ്ദേഹം പുറത്തേക്ക് പോയി. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര വെപ്രാളവും ടെൻഷനും. തൊട്ടടുത്ത നിമിഷം കാണിക്കുന്നത് പിന്നെ നമ്മുടെ രേവതിക്കുട്ടിയും അവരെല്ലാവരും കൂടി അലീനയെ കാണാൻ വരുക. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് ആരെങ്കിലും കാണുമോ, അതിന് നമുക്ക് അവരോട് അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കിയാൽ പോരെ എന്നൊക്കെ ചോദിച്ചു. അതെ, ഇന്നലെ ഇവിടെ ഒരു പെൺകുട്ടി കുത്തേറ്റ് വന്നില്ല, അലീനയെന്നാ പേര്, എവിടെയാണെന്നറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ എൻക്വയറി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള ഒരാൾ പറഞ്ഞു കൊടുത്തു. ഇവർ എൻക്വയറിയിലേക്ക് പോയി. തൊട്ടടുത്ത നിമിഷം ചേച്ചിയുടെ മുറിയിലേക്ക് ഓടി കയറി വന്നു. ചേച്ചിയെന്നും പറഞ്ഞ് മോളേന്നും പറഞ്ഞ് വിളിച്ച് അലീനയും ഭയങ്കര സ്നേഹ രേവതിക്കുട്ടിയോട്. ഇത് എന്ത് ചേച്ചി കിടക്കണ കിടപ്പ് കണ്ടില്ലേ, ഫോൺ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞതല്ലായിരുന്നോ മുറിയിലേക്ക് പോവല്ലേ എന്നും പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി പറഞ്ഞപ്പം മിണ്ടല്ലേ എന്ന് പറഞ്ഞു അലീന. അപ്പോഴേക്കും മാമച്ചനും ഗ്രേസമ്മയും കൂടെ ഓടിക്കയറി വന്നു. അലീന വേദനയുണ്ടോ കൊച്ചേ, എഴുന്നേക്കാറായോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കിപ്പോൾ വേണമെങ്കിൽ നടക്കാം, കഴിഞ്ഞ ദിവസം ഡോക്ടർ എന്നെ നടത്തിച്ചായിരുന്നു എന്ന് പറഞ്ഞു അലീന. അപ്പോൾ ഡിസ്ചാർജ് എന്നത്തേക്കാണെന്ന് വല്ലതും പറഞ്ഞായിരുന്നോ? അതിന് 2 ദിവസം കൂടി കഴിയണമായിരിക്കുമെന്ന് പറഞ്ഞു അലീനയെ. അന്നേരം നിന്നെ ഇങ്ങനെ കാണേണ്ടി വന്നതിൽ വലിയ വിഷമമുണ്ട് കേട്ടോ എന്നിങ്ങനെ പറയാം ഗ്രേസമ്മ. അവിടെ വന്നപ്പോൾ ഓടിച്ചാടി നടന്ന പെണ്ണല്ലേ എന്നൊക്കെ ചോദിച്ചു. ഇതിപ്പോൾ ശരിയായിക്കോളൂ ആൻറ്റി, അത് കഴിയുമ്പോൾ തുള്ളിച്ചാടാമെന്ന് അലീന പറഞ്ഞപ്പോൾ ഇനി തുള്ളിച്ചാടാൻ ഇങ്ങോട്ട് വന്നേക്ക് ഞാൻ ചാടിക്കാമെന്ന് പറഞ്ഞു രേവതിക്കുട്ടി അലീനയോട് ദേഷ്യത്തോടെ. ആര് പറഞ്ഞാലും കേൾക്കൂല, ഇപ്പം മനസ്സിലായല്ലോ ഞാനൊന്ന് എന്നും പറഞ്ഞിങ്ങനെ പറയാൻ തുടങ്ങിയപ്പോഴേക്കും അലീന ഇങ്ങനെ നോക്കി രേവതിക്കുട്ടി നിർത്തി. അപ്പോൾ അങ്ങോട്ട് ഇരുന്നോ അങ്കിളെന്നും പറഞ്ഞുകൊണ്ട് അവരെ അവിടെ ഇരുത്തുവാണ്. നീ ഹോസ്പിറ്റലായ അന്ന് മുതൽ ഇവൾ ഞങ്ങൾക്ക് സ്വൈര്യം തന്നിട്ടില്ല എന്നും അലീന ചേച്ചിയുടെ അടുത്ത് പോകണമെന്നും പറഞ്ഞിട്ട് ഒരേ നിർബന്ധമായിരുന്നു എന്ന് പറഞ്ഞു. എനിക്കറിയായിരുന്നു എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെന്ന് രേവതിക്കുട്ടി പറയുമ്പം അത് ശരിയാട്ടോ, അന്ന് ഫോൺ ചെയ്തപ്പോൾ മുതൽ ഇവള് പറയുക അലീന ചേച്ചിക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന്, പിന്നെ ഫോൺ വിളിച്ചിട്ടാണെങ്കിലും കിട്ടുന്നുണ്ടായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അതോടെ എനിക്ക് ഭ്രാന്തായെന്നും പറഞ്ഞു രേവതിക്കുട്ടി. എന്നിട്ട് എപ്പോഴാ എന്നെ ഒന്ന് വിളിക്കാൻ തോന്നിയത്? ഇന്നലെയല്ലേ ഇതൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ രേവതിക്കുട്ടി ദേഷ്യപ്പെടുമ്പം നീ വിഷമിക്കല്ലോ എന്നോർത്ത് പേടിച്ചിട്ടല്ലേ, ഇപ്പം എനിക്ക് ഒരു വിഷമമില്ലല്ലോ അല്ലേ? അതൊക്കെ പോട്ടെ മോളെ, സാരമില്ല. അപ്പോൾ എവിടെയാ ചേച്ചിയെ കുത്തിയതെന്ന് ചോദിച്ചു. അപ്പോൾ അലീന കാണിച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടി ഇങ്ങനെ പതുക്കെ തൊട്ടൊക്കെ നോക്കും. അപ്പോഴത്തേക്കും മാമച്ചനൊക്കെ ഭയങ്കര ഒരു വിഷമം പോലെ. ബാൻഡേജ് ഉണ്ടല്ലോ, ഇപ്പോഴും വേദന ഉണ്ടോ എന്ന് ചോദിച്ചു. ചെറുതായിട്ട് വേദന ഉണ്ടെന്ന് പറഞ്ഞു. എന്നെ ഒന്ന് കാണിക്കാവെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് കാണാൻ വന്നേക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് അലീന ദേഷ്യപ്പെടുക. അതെ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് രേവതി എന്നിട്ട് അലീനയുടെ തോളിൽ ഇങ്ങനെ കിടക്കുക. അങ്ങനെ ചേട്ടത്തി അനിയത്തിയും കൂടെ. ഇവൾക്ക് എന്തൊരു സ്നേഹമാണെന്നറിയാം മോളോടെന്ന് ഗ്രേസമ്മ പറഞ്ഞു. ഇവള് കുഞ്ഞായിരുന്ന സമയത്ത് കിട്ടിയതാ ഇവളെ എൻ്റെ കയ്യിൽ, അന്ന് മുതൽ ഇവൾ എൻ്റെ കുഞ്ഞാണെന്ന് അലീന ഇങ്ങനെ രേവതിക്കുട്ടിയെ പറ്റി പറയുക കേട്ടോ. അങ്ങനെ ഇവർ 3 പേരും കൂടി അവിടെ ഇങ്ങനെ നിൽക്കുന്നു. ആ സമയം കരയുവാന്നും പറഞ്ഞ് മാമച്ചായനെ കാണിച്ചു കൊടുത്തു. രേവതിക്കുട്ടി ഭയങ്കര കരച്ചില്ല.
അപ്പോൾ ഗ്രേസമ്മയ്ക്ക് അത് കണ്ടപ്പം സങ്കടം വന്നു. ഇതുങ്ങളിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. എൻ്റെ ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയാൽ എനിക്ക് പിന്നെ ആരാ ഉള്ളതെന്നൊക്കെ ചോദിച്ചാൽ കരയുന്നത്. അപ്പം അങ്കിൾ ഇവിടെ എവിടെയെങ്കിലും റൂം എടുക്കുമോ എന്ന് ചോദിച്ചു രേവതിക്കുട്ടി. അപ്പോൾ അതെന്തിനാ റൂം എടുക്കുന്നത്, നമുക്ക് തിരിച്ചു പോകണ്ടേന്ന് ചോദിച്ചു. അപ്പം നാളെ പോയാൽ മതിയെന്നേ, ഇന്ന് ഞാൻ അലീന ചേച്ചിക്ക് കൂട്ട് നിൽക്കാൻ പോകുന്ന ബൈസ്റ്റാൻഡറായിട്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിക്കുട്ടി പറയുന്നു. എനിക്ക് അലീന ചേച്ചിയുടെ അടുത്ത് കുറേ കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ടെന്ന് ഇങ്ങനെ രേവതിക്കുട്ടി പറഞ്ഞു. അന്നേരം അവളുടെ ഇഷ്ടം അതാണെങ്കിൽ നമുക്കിന്ന് റൂം എടുത്ത് പാലായിൽ താമസിക്കാമെന്ന് പറഞ്ഞു ഗ്രേസമ്മ. അപ്പോൾ മോളെ അവരെ ബുദ്ധിമുട്ടിക്കണമെന്ന് ചോദിക്കുമ്പം അവർക്കൊരു ബുദ്ധിമുട്ടും ഇല്ല, ചേച്ചി കൊണ്ടുവന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു രേവതിക്കുട്ടി. അന്നേരം അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. അങ്ങനെ എന്തായാലും ഇന്ന് രേവതിക്കുട്ടി നിൽക്കാമെന്ന് തന്നെ അവർ സമ്മതിച്ചു. അങ്ങനെ അവർ ഒരു സ്ഥലത്ത് വന്നു. അങ്ങനെ വന്നിട്ട് ഇവരങ്ങ് പോവുക. ആ സമയത്ത് രേവതിക്കുട്ടി എവിടെ ആക്കി വെച്ചാൽ പോകുന്നത്. അതേ ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്യാവോ എന്ന് ചോദിച്ചു. അങ്ങനെ ഡിക്കി ഓപ്പൺ ചെയ്തു. രേവതിക്കുട്ടി തുണിയൊക്കെ എടുത്തു. അങ്ങനെ ബാഗൊക്കെ എടുത്ത് ഇങ്ങനെ ഇവരുടെ അടുത്ത് വന്ന് നിന്നു. എടുത്തു, ഇനി വിട്ടോളാൻ പറഞ്ഞു. ആ സമയത്ത് അതെ ചോക്ലേറ്റ് വാങ്ങിച്ചുകൊണ്ട് വരണം കേട്ടോ, എനിക്കല്ല അലീന ചേച്ചിക്കാണേ, അപ്പം നീ പോടി കള്ളി എന്നും പറഞ്ഞു നമ്മുടെ ഗ്രേസമ്മ. അങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങ് പോകുന്നു. രേവതിക്കുട്ടി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. പിന്നെ രേവതിക്കുട്ടി റൂമിലേക്ക് വന്നു. രേവതിക്കുട്ടി റൂമിലേക്ക് വന്നിട്ട് ഫോൺ എടുത്തിട്ട് അതെ എനിക്ക് ബാലചന്ദ്രൻ സാറിൻ്റെ നമ്പർ ഒന്ന് തരാമെന്ന് ചോദിച്ചു. അപ്പോൾ തരാമല്ലോ, എന്തിനാ മോളെന്ന് ചോദിക്കുമ്പം അത് പിന്നെ ഒന്ന് വിളിച്ചു പറയണ്ടേ, ഞങ്ങളിവിടെ വന്നൊന്ന് ഇന്ന് വേറെ ബൈസ്റ്റാൻഡർ ഒന്നും വേണ്ട, ഞാനുണ്ടെന്ന് പറയാമെന്ന് പറയുമ്പോൾ ഇതേതാ ഫോണെന്ന് ചോദിച്ചു അലീന രേവതിക്കുട്ടിയുടെ കയ്യിൽ ഫോൺ കണ്ടിട്ട്. അപ്പോൾ ആൻറ്റിയുടെ ഇപ്പം ഞാനാ ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ശരി ഞാൻ നമ്പർ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മെമ്മറിയിലുണ്ടെന്ന് പറഞ്ഞു അലീന. അങ്ങനെ നമ്പർ പറഞ്ഞു. നമ്പർ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അവിടെ രേവതിക്കുട്ടി. ആ സമയത്താണ് നമ്മുടെ ബാലചന്ദ്രൻ വീട്ടിലേക്ക് വരുന്നതും ഓടി വരുവാണ് കൃഷ്ണ. അച്ഛൻ എപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോണേ? അപ്പോൾ വൈകുന്നേരം പോകാം, ഞാൻ വരണ്ടേ അലീന ചേച്ചിക്ക് കൂട്ടെന്ന് ചോദിക്കുമ്പോൾ നീയല്ലേ കഴിഞ്ഞ 2 ദിവസവും ബൈസ്റ്റാൻഡറായിട്ട് നിന്നത്, ഇന്നും ഞാൻ പൊക്കോളാം അച്ഛാന്ന് കൃഷ്ണ പറയുമ്പോഴേക്കും ഇത് കേട്ടുകൊണ്ട് വൈജ വന്നു. നിനക്കിത് എന്തിൻ്റെ കേടാ കൃഷ്ണേ, നിങ്ങളൊക്കെ കൂടി അലീനെ ഈ കുടുംബത്തിലൊരു അംഗമാക്കി വെച്ചിരിക്കുകയാണോ? അവൾ ഈ വീട്ടിലെ ജോലിക്ക് വന്ന് വെറും ഒരു അന്യാണെന്നുള്ള കാര്യമൊക്കെ നിങ്ങളൊക്കെ മറന്നോന്ന് ചോദിച്ചു ഈ വൈജ വന്ന് ബാലനോട്. ബാലൻ അന്നേരം ഇങ്ങനെ നോക്കുക, എല്ലാവർക്കും അവളുടെ കാര്യത്തിൽ ഭയങ്കര ഉത്തരവാദിത്വമാണല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോഴും ബാലൻ ഇവളെ തന്നെ നോക്കി നിൽക്കുക കേട്ടോ. ബാലചന്ദ്രനാ ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടും. കാണുന്നവർക്ക് സംശയം തോന്നും, ബാലചന്ദ്രൻ്റെ ആദ്യ ഭാര്യയിലുള്ള മോളാണോ അലീനയെന്ന്. എൻ്റെ അല്ല എന്ന് എനിക്ക് നല്ല തീർച്ചയുണ്ടെന്ന് ബാലചന്ദ്രൻ അന്നേരം പറഞ്ഞു. കൈതയ്ക്കൽ മാളിക വീട്ടിലെ കുഞ്ഞിരാമ മേനോൻ്റെ മരുമകന് 3 മക്കളാണുള്ളത്, 2 പെൺമക്കളും ഒരു ആൺകുഞ്ഞും ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ കൈതയ്ക്കൽ കുഞ്ഞിരാമനും മക്കളും 4 പേരാണ്, 2 ആൺമക്കളും 2 പെൺമക്കളും, അതിൽ ആരുടെ ആകാതിരുന്നാൽ മതിയെന്നും നമ്മുടെ ബാലചന്ദ്രൻ ഇങ്ങനെ പറയുക കേട്ടോ. വൈജയന്തിരൻ നാവടങ്ങി ഒതുക്കി കളഞ്ഞു ബാലൻ. എന്നിട്ട് കൃഷ്ണമോളെ നോക്കിയിട്ട് ബാലൻ ഇങ്ങനെ അവിടെ നിന്ന് പോകും. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് കോള് വന്നു. അപ്പോൾ പരിചയമില്ലാത്ത നമ്പർ. വേഗം ബാലൻ ആ കോൾ എടുത്തു കേട്ടോ. വൈജ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഹലോ ആരായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഹലോ ബാലചന്ദ്രൻ സാറല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതെ ആരാ മനസ്സിലായില്ലല്ലോ. അത് പിന്നെ സാർ ഞാൻ അലീന ചേച്ചിയുടെ അനിയത്തിയാ രേവതിക്കുട്ടിയാണെന്ന് പറയുമ്പോൾ ഓ ഓ ഓ രേവതിക്കുട്ടി ഞാൻ കേട്ടിട്ടുണ്ട്, മനസ്സിലായി. എന്താ മോളെ, എന്തായിരുന്നു വിളിച്ചേ? അലീന എറണാകുളത്ത് വന്ന് മോളെ കാണാനായിരുന്നില്ലേ എന്ന് ചോദിച്ചു. വൈജന്നേരം വട്ടം പിടിച്ച് നിൽക്കുക കേട്ടോ. അതെ സാർ, ഞാനിപ്പോൾ ഇവിടെ പാലായിൽ വന്നിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്നതെന്ന് പറയുമ്പോൾ ആണോ, എൻ്റെ നമ്പർ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ അലീന ചേച്ചി തന്നതാണെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ അലീന ചേച്ചിയുടെ അടുത്തുണ്ടെന്നും രേവതിക്കുട്ടി പറയാം. അപ്പോൾ എങ്ങനെയാണ് വന്നേ, ഹോസ്പിറ്റലൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചു. മാമച്ചനങ്ങളും ആൻറ്റിയും കൂടെ എന്നെ ഇവിടെ കൊണ്ടുവന്നത് അവരുടെ കാറിലാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞു. അപ്പം ആണോ, അവരും ഉണ്ടോ മോളുടെ കൂടെ ഇപ്പോൾ? ഇല്ല സാർ, അത് പിന്നെ അവർ ഹോട്ടലിൽ റൂം എടുക്കാൻ വേണ്ടി ടൗണിലേക്ക് പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആണോ, അപ്പം നിങ്ങൾ ഇന്ന് പാലായിൽ സ്റ്റേ ചെയ്യാണോ എന്ന് ചോദിക്കുമ്പം അതേന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് അലീന ചേച്ചിയുടെ കൂടെ ബൈസ്റ്റാൻഡറായിട്ട് ഞാൻ നിന്നോളാം കേട്ടോ എന്നും രേവതിക്കുട്ടി പറഞ്ഞു. അയ്യോ അതൊക്കെ ബുദ്ധിമുട്ടല്ലേ മോളെന്ന് ചോദിച്ചപ്പം അയ്യോ ഇല്ല സാർ, ഒരു ബുദ്ധിമുട്ടും ഇല്ല, സന്തോഷമുള്ളൂ, ഇത് പറയാൻ വേണ്ടി വിളിച്ചതാ, വെച്ചോട്ടെ സാറെന്ന് ചോദിച്ചു. അപ്പം ശരി എന്നാൽ ആയിക്കോട്ടെ, താങ്ക് യു, അപ്പോൾ വെൽക്കം സാർ എന്ന് പറഞ്ഞ് നമ്മുടെ രേവതിക്കുട്ടി ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ വൈജയ് നീ കേൾക്കേണ്ട സംഗതിയാ, ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അലീനയെ സന്ദർശിക്കാനേ അവരുടെ അനിയത്തി ജോലി ചെയ്യുന്ന എറണാകുളത്തെ വീട്ടിൽ നിന്നും ആ വീട്ടുടമയും ഭാര്യയും കൂടി ആ ജോലിക്കാരിയും കൂട്ടി ഇവിടെ എത്തിയിരിക്കുകയാ.
ഇതിൽ ഞാൻ കേൾക്കേണ്ട സംഗതി എന്താണെന്ന് മനസ്സിലായില്ല എന്ന് വൈജ പറയുമ്പം ഇവിടുത്തെ ജോലിക്കാരി മാരകമായ കുത്തേറ്റ് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഇതുവരെ പോയി കാണാൻ നിനക്ക് സാധിച്ചോ? എനിക്കതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട്. പിന്നെ അവർക്ക് എന്താടി ആവശ്യം അലീനെ കണ്ടിട്ട്? എനിക്ക് അറിഞ്ഞൂടാ. പല ആവശ്യങ്ങളും കാണുമായിരിക്കും. പൂത്ത പണം കയ്യിലുള്ള മുതലാളിയല്ലേ അവിടെ ഉള്ളത്. ചെന്ന് മുഖം കാണിച്ചാൽ ഉടനെ സമ്മാനങ്ങൾ വാരിക്കോരി കൊടുക്കുന്ന ആള്. കൈതക്കൽ കുഞ്ഞിരാമൻ മേനോനും മുതലാളിയായിരുന്നു നിന്റെ അച്ഛൻ. നെടുമുറയ്ക്കൽ ബാലചന്ദ്ര മേനോൻ ഒരു കൊച്ചു മുതലാളിയാ നിന്റെ ഭർത്താവ് എന്ന് പറയുമ്പോൾ മിണ്ടുന്നില്ല. നിന്റെ കാഴ്ചപ്പാടില്ലേ എല്ലാ മുതലാളിമാരും ഒരുപോലെ ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പം ഞാൻ നിങ്ങൾ രണ്ടുപേരെയും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. പാലാരിവട്ടത്ത് മുതലാളി ഉദ്ദേശിച്ച അയാൾ മോശം സ്വഭാവമുള്ള ഒരാളാണെന്ന് നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഈ വീട്ടിലെ വേലക്കാരി ഇവിടുത്തെ ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞ് പാലാരിവട്ടത്തെ വേലക്കാരിയും കൂട്ടി ഇവിടെ കിടക്കുന്നവളെ കാണാൻ സ്വന്തം കാറിൽ വരുന്ന മുതലാളിക്ക് എന്തിൻ്റെ സൂക്കേടാണെന്നൊക്കെ ആർക്കറിയാം എന്നിങ്ങനെ വൈജ ചുമ്മാ നാറിയ വർത്തമാനം പറയുമ്പോൾ അമ്മയൊന്ന് നിർത്തി ചുമ്മാ തറയാവരുത് കേട്ടോ എന്ന് കൃഷ്ണ പറഞ്ഞു. അതും പറഞ്ഞ് കൃഷ്ണ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. കൃഷ്ണ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ വൈജയ്ക്ക് മൊത്തത്തിൽ തിരിച്ചടിയാ. ബാലചന്ദ്രൻ ഇങ്ങനെ ഇവളെ നോക്കിക്കൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കുക. ബാലൻ്റെ മുന്നിലും ചൂളിതായിട്ട് പോയ ഡൈനിങ് ടേബിളിലേക്ക് അങ്ങ് ഇരുന്നു. വൈജയന്തി എന്ന് പറയണ മുതൽ ബാലചന്ദ്രൻ അവിടുന്ന് പോയി. എന്നിട്ട് ചായ കുടിക്കാനെടുത്ത് ഈ ചായയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ആശാത്തി. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചത്. എന്തായാലും വൈജയ്ക്ക് വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ, വൈജ പോലും അറിയാതെ. നല്ല രസമുള്ള എപ്പിസോഡാണ്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.